Hello friends, welcome back. We are moving to the another poem, The Invocation by John Milton. Who is John Milton? We can say next to William Shakespeare, John Milton is usually regarded as the greatest English poet, and he is very famous in his magnificent work Paradise Lost, that's considered to be the finest epic poem in the English language. വില്യം ഷേക്സ്പിയറിന് ശേഷം ഇംഗ്ലീഷുകാരുടെ ആദരവ് പിടിച്ചു പറ്റിയ മഹാകവിയാണ് ജോൺ മിൽട്ടൺ. അദ്ദേഹം ജനിച്ചത് 1608 ഡിസംബർ 9 ലണ്ടനിലെ ബ്രെഡ് സ്ട്രീറ്റിലെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ജോൺ മിൽട്ടൺ ജനിച്ചത്. അതേ വിദ്യാഭ്യാസം ലണ്ടനിലെ സെയിൻറ്റ് പോൾസ് സ്കൂളിലും കാംബ്രിഡ്ജ് ക്രൈസ്റ്റ് കോളേജിലുമായിരുന്നു. പിന്നെ 1632 MA പാസ്സായി. അതിനുശേഷം ഫോറിൻ അഫയേഴ്സിൽ ജോലി. അതിനിടെ തന്നെ ക്രിസ്തീയ ദേവപുസ്തകത്തിലെ ചില സങ്കീർത്തനങ്ങൾ ജോൺ പദ്യരൂപത്തിലാക്കി. ഇവ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അദ്ദേഹം കവി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1667 പാരഡൈസ് ലോസ്റ്റ് എന്ന എപ്പിക് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ദൈവത്തിനെതിരായി ലൂസിഫർ നടത്തിയ വിപ്ലവവും ഏദൻ തോട്ടത്തിലെ ആദത്തിൻ്റെയും ഹവ്വയുടെയും പതനവും വിശദീകരിക്കുന്നുണ്ട്. 1674 പ്രസിദ്ധീകരിച്ച പാരഡൈസ് റീകെയിൻഡ്, 1638 പുറത്തിറങ്ങിയ സാംസൺ അഗണിസ്റ്റസ് മുതലായവയെല്ലാം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏറ്റവും മികച്ച കൃതികളാണ്. ഓൺ 1653 ജോൺ മിൽട്ടനെ കാഴ്ച നഷ്ടപ്പെടുകയുണ്ടായി. എങ്കിലും അദ്ദേഹം എഴുത്തൊന്നും നിർത്തിയിട്ടില്ല. 1674 നവംബർ 8 ജോൺ മിൽട്ടൺ നമ്മളോട് വിട പറഞ്ഞു. The poem concerns the Christian story of the fall of man, the temptation of Adam and Eve by the fallen angel Satan, and their expulsion from the Garden of Eden. Milton's purpose, stated in Book 1, is to justify the ways of God to men and elucidate the conflict between God's eternal foresight and man's free will. We are going to study the first part of Paradise Lost, the Invocation. Milton actually opens Paradise Lost by formally declaring his poem subject, humankind's first act of disobedience toward God, and the consequences that followed from it. The act is Adam and Eve's eating of the forbidden fruit of the tree of knowledge, as told in Genesis, the first book of the Bible. Let's start the invocation. What is the meaning of invocation? Call on a higher power in prayer for inspiration. Moving on to the poem. Of man's first disobedience and the fruit of that forbidden tree, whose mortal taste brought death into the world and all our woe. എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്ത് പറഞ്ഞുകൊണ്ടാണ് കവി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓഫ് മാൻസ് ഫസ്റ്റ് ഡിസൊബീഡിയൻസ് ഓഫ് ഈറ്റിംഗ് ദ ഫോർബിഡൻ ഫ്രൂട്ട്. ആ ഒരു ഫസ്റ്റ് ഡിസൊബീഡിയൻസ് ആണ് ലോകത്തിലെ എല്ലാ ദുഃഖത്തിനും കഷ്ടപ്പാടിനും തുടക്കം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് ലോസ് ഓഫ് ഏദൻ ടിൽ വൺ ഗ്രേറ്റർ മാൻ. ഹു ഈസ് ദാറ്റ് ഗ്രേറ്റർ മാൻ? ജീസസ് ക്രൈസ്റ്റ്, ഹു റീസ്റ്റോർ അസ് ആൻഡ് റീഗെയിൻ ദ ബ്ലിസ്ഫുൾ സീറ്റ്. ക്രൈസ്റ്റിൻ്റെ നല്ല വചനങ്ങൾ കൊണ്ടാണ് വീണ്ടും നമ്മൾക്ക് പഴയ ലോകത്തെ തിരിച്ചു കിട്ടിയത്. ഗോഡ് ഈസ് ആക്ച്വലി ഗിവിങ് ദം free will to choose and at the same time asking them not to choose. എല്ലാ ഫ്രീഡവും ആദത്തിനും ഈവിനും നൽകിയിട്ടുണ്ട് പാരഡൈസിൽ. പക്ഷേ ഒരു റെസ്ട്രിക്ഷൻ മാത്രമാണ് നൽകിയത്. ഡു നോട്ട് ഈറ്റ് ദാറ്റ് ഫോർബിഡൻ ഫ്രൂട്ട്. അത് ആര് ലംഘിക്കുകയാണ്? ആദം ആൻഡ് ഈവ്. ദ റിസൾട്ട് ഈസ് ആദം ആൻഡ് ഈവ് വർ ബാനിഷ്ഡ് ഫ്രം ഏദൻ. എന്താണ്? ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചതാണ് ഇതിലത്തെ ഡിസൊബീഡിയൻസ്. അതിൻ്റെ ഫലമായിട്ട് ലോകത്തിലേക്ക് മോർട്ടാലിറ്റിയും സഫറിങ്സും വരികയാണ്. ദെൻ ആക്ച്വലി ഇതിൽ നിന്നൊരു മോചനം കിട്ടിയത് എപ്പോഴാണ്? ടിൽ വൺ ഗ്രേറ്റർ മാൻ ജീസസ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്, റീസ്റ്റോർ അസ്. ഇങ്ങനെ ഏദൻ വാസ് ലോസ്റ്റ് ആൻഡ് ദെൻ റിഗൈൻഡ് ത്രൂ ദ ലെസൺസ് ടോട്ട് ബൈ ജീസസിൻ്റെ നല്ല വചനങ്ങളിലൂടെ വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടിയതാണ് എന്ത്? ഏദൻ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ലൈൻ. സിംഗ് heavenly muse that on the secret top of Oreb or Sinai didst inspire that shepherd who first taught the chosen seed in the beginning how the heavens and earth rose out of chaos. Sing heavenly muse. എന്താണ് ഇവിടെ ഹെവൻലി മ്യൂസ് എന്ന് പറയുന്നിരിക്കുന്നത്? ആരാണ് മ്യൂസസ്?
Actually, muses were seen as the source of inspiration for writing poetry, and it was they who guided the poet and formed his or her words. പക്ഷേ ഇവിടെ മിൽട്ടൺ പറയുന്നത് എൻ്റെ മ്യൂസ് ബാക്കിയുള്ള 9 മ്യൂസസിനേക്കാളും ഒരു പടി മുകളിലാണ്. ഞാൻ ഇൻസ്പിറേഷന് വേണ്ടി പ്രെയർ ചെയ്യുന്നത് സാധാരണയുള്ള പോയിറ്റ്സ് യൂസ് ചെയ്യുന്ന മ്യൂസസിനെയല്ല. പിന്നെ ദറ്റ് ഈസ് ഹെവൻലി മ്യൂസ്. എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ഹെവൻലി അദ്ദേഹത്തിൻ്റെ മ്യൂസിനുള്ളത് എന്നാണ് ഈ വരുന്ന വരികളിലൂടെ, കമ്മിങ് ലൈൻസിലൂടെ അദ്ദേഹം പറയുന്നത്. സോ വി ക്യാൻ ഓൾസോ സീ സം ഡീവിയേഷൻ ഫ്രം ദ സ്റ്റോറി ഓഫ് ജെനസിസ് ടു സ്റ്റോറി ഓഫ് എക്സോഡസ്. In the book of Exodus, Moses was born in Egypt. God chose him to rescue the Israelites from Egyptians. Egyptian Pharaoh had enslaved Israelites and made them build pyramids. Moses guided the Israelites out of Egypt like a shepherd that flocks of sheep to a safe place. അതുകൊണ്ടാണ് ഇവിടെ ഷെപ്പേർഡ് പ്രൊഫറ്റ് മോസയ്ക്ക് പകരം എന്ത് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്? ദാറ്റ് ഷെപ്പേർഡ്, ആട്ടിടയനായിട്ട് പ്രൊഫറ്റ് മോസയെ കണക്കാക്കിയിരിക്കുന്നത്. ദാറ്റ് ഷെപ്പേർഡ് who first taught the chosen seed in the beginning how the heaven and earth rose out of chaos. Here he is cross-referring to tell the story of Genesis, Adam and Eve. Milton is referring the story of Exodus, Moses, which comes much later in the story of the Bible. Oreb or Horeb and Sinai refer to the same mountain where God's voice spoke to Moses. This God's voice is the heavenly muse of Milton. മോസസിനോട് സംസാരിക്കുന്ന ഗോഡ് സംസാരിക്കുന്നത് ഈ മൗണ്ടനിൽ വെച്ചിട്ടാണ്. ആ ഒരു ഗോഡ്സ് വോയിസ് ആണ് ആരുടെ മ്യൂസ്? മിൽട്ടൻ്റെ മ്യൂസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ മ്യൂസിൽ നിന്നും വ്യത്യസ്തമായി ഹിസ് മ്യൂസ് ഈസ് ഹയർ ദാൻ ദം. that is he called heavenly muse. Actually, he is qualifying his muse and saying his muse is superior to the classical muse. Milton is promoting his muse to the level of God. This muse had inspired the Moses who rescued the Israelites. Chosen people, Israelites who followed Moses, they were chosen by God, who were taught about the creation of world. According to Christian belief, God created the world out of chaos. Knowledge of creation was passed from God to Moses and then from Moses to the Israelites. Or if Sion Hill delight thee more, and Siola's brook that flowed fast by the oracle of God, I thence invoke thy aid to my adventurous song, that with no middle flight intends to soar above the Ionian mount while it pursues things unattempted yet in prose or rhyme. Now he is talking to his muse. And look at the word Sion Hill, Siola's brook. He is actually linking his muse to Christian faith. Sion or Sion Hill is the hill on which the city of Jerusalem stands. It is symbolic of heaven or God's dwelling place with his people. And the next one, Siola's brook or the pool of Siloam is fresh water reservoir and a major gathering place for Jew pilgrims, where Jesus cured a man blind from birth according to the Gospel of John. And he is asking to his muse who resides in these holy places to inspiring him. Milton is asking for the blessing of the muse for his adventurous song Paradise Lost. He needs the blessing of muse. Now Milton is qualifying his attempt. What is Ionian Mount? The Greek mountain where the classical muses were supposed to dwell. It is sacred to Greek poets, which inspires them. As his muse resides on a higher plane, Milton claims his poetry will surpass classical literature. Middle flights, Milton. What is the meaning of middle flight? Milton is comparing his work to the flight of a bird.
We can see that images all throughout the poem Paradise Lost. Milton is seeing himself as a creature driven by a force of God which enabled him to go beyond ordinary level of flight. The flight means the height which a bird is flying. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോയട്രി അല്ലെങ്കിൽ പോയം, അദ്ദേഹത്തിൻ്റെ വർക്ക് ഇതുവരെ ആരും പരീക്ഷിക്കുക പോലും ചെയ്തിട്ടില്ലാത്തത്രയും ഉയരത്തിലേക്ക് പറക്കുമെന്നാണ് പറയുന്നത്. That is the unattempted yet in force or rhyme. Claiming that he is going to surpass any literary piece ever written. Going to surpass any literary piece ever written, which includes even the Bible. This claim puts Milton on the rank of the spirit of the Renaissance. Moving on. And chiefly thou, O spirit, that doesn't prefer before all temples the upright heart and pure, instruct me, for thou knowest, thou from the first was present, and with might wings outspread, thou like such brooding on the vast abyss, and madest its pregnant. Now, again qualifying his muse. The muse does not care for temples, but for pure heart, and muse is Puritan. Now he is talking about the creative power of God. Again seeing the image of a bird, like a bird that hatching its egg. Bird, God made chaos pregnant. Thus God made everything out of nothing. Moving. What in me is dark, illumine. What is low, rise and support. That to the height of this great argument I may assert eternal providence. And now Milton is being humble. After such a great claim, Milton requests God to guide him. He is saying what is in him is ignorance, and asks to throw light on him. He wants the heavenly muse to act as a guiding source. Milton's topic is based on Christianity, so he has to have only one guide. In some way, he is equating himself with Moses, the chosen one. What is the meaning of providence? Protective care of God as a spiritual power. And here, and justify the ways of God to men. What is the justification? Milton is not just going to tell why and how God punished Adam and Eve, but how the punishment is justified, and God himself will guide Milton to justify God it looked like. God is justifying his way to us through Milton, or maybe Milton is justifying his own suffering.